ഞാൻ ശിവരാമനെ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. എന്താണ് സാർ? ശിവരാമ, എന്താണെങ്കിലും സാറിന് എന്നോട് പറയാമല്ലോ. എന്റെ ഭാര്യ മരിച്ചുപോയി. ഇപ്പോഴാണ് എന്റെ മോൾക്ക് ഒരമ്മ വേണമെന്ന് തോന്നി തുടങ്ങിയത്. ഞാനത് മനസ്സിലാക്കണ്ടേ? ഒരായക്ക് ഒരിക്കലും ഒരമ്മയാവാൻ കഴിയില്ല. എന്റെ മോൾക്കൊരമ്മ വേണമെങ്കിൽ വീണ്ടും ഞാൻ വിവാഹം ചെയ്യേണ്ടി വരും. അത് വേണ്ടതാണ് സാർ. ഈ ബംഗ്ലാവിലെ സാറും മോളും കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ എത്ര കാലം കഴിയും? സാറൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പിന്നെ മോളെ മഠത്തിലയക്കേണ്ട കാര്യമില്ലായിരുന്നു. അമ്മയും മോളും സാറിന്റെ കൂടെ ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞാൽ. കൊള്ളാവുന്ന എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വേഗം കണ്ടുപിടിക്കണം സാർ. ശിവരാമ, വലിയൊരിടത്തുനിന്നൊരു പെണ്ണെ കിട്ടാൻ എനിക്ക് വിഷമമില്ല. പക്ഷെ എന്റെ മോള് ഒരമ്മയെ കണ്ടെത്തിയത് അങ്ങനെയൊരിടത്തു നിന്നല്ല, പാവപ്പെട്ടൊരു വീട്ടിൽ നിന്നാണ്. അങ്ങനെയുള്ള അടുത്ത് പോയി ഒരു പെണ്ണ് ചോദിച്ചാൽ അവർക്കെന്ത് തോന്നും? അവളുടെ സൗന്ദര്യം കണ്ടിട്ടോ മറ്റോ ആണോ എന്ന് അവർ തെറ്റിദ്ധരിക്കില്ലേ? അയ്യോ, സാറിനെ കുറിച്ച് അങ്ങനെ ആർക്കും ഒന്നും തോന്നൂല. അവരൊക്കെ അതൊരു ഭാഗ്യമായിട്ടേ കരുതൂ. ശിവരാമന് എന്നെ കുറിച്ച് അങ്ങനെ വല്ലതും തോന്നുമോ? എനിക്കോ? ഞാൻ എപ്പോഴും സാറിനെ കുറിച്ച് നല്ലതേ ചിന്തിക്കൂ. എങ്കിൽ എന്റെ മോളുടെ അമ്മയായി എന്റെ കൈയും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വരേണ്ടത് ശിവരാമന്റെ പെങ്ങളാണ്. എന്താ, ശിവരാമന് ഇഷ്ടമല്ലേ? സാവിത്രിയെ എനിക്ക് വിവാഹം കഴിച്ചെന്നൂടെ? എനിക്കൊന്ന് ആലോചിക്കണം സാർ. മതി, ആലോചിച്ച് പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രം ശിവരാമൻ സമ്മതിച്ചാൽ മതി. സാർ, ഞാൻ എന്റെ പെങ്ങളെ സാറിന് വിവാഹം കഴിച്ചു തരാം. എനിക്ക് സമ്മതമാണ് സാർ. എനിക്ക് സമ്മതമല്ല. സാവിത്രി, നീ നല്ലതുപോലെ ആലോചിച്ച് നോക്ക്. എന്താലോചിക്കാനാണ്? ഇങ്ങനെയൊന്ന് ആഗ്രഹിക്കാൻ എന്റെ ജീവിതത്തിൽ എന്താണുള്ളത്? ചേട്ടനൊന്ന് ഓർത്തു നോക്ക്. ഞാനൊരു വീട്ടിൽ ജോലിക്ക് നിന്നു. അവിടെ ഒരാളെന്നെ ചതിച്ചില്ലേ? ഞാൻ ഇയാളുടെ കുഞ്ഞിന്റെ അമ്മയായി. ഇതൊക്കെ അറിയാവുന്ന ചേട്ടനാണോ എന്നോട് ഇങ്ങനെ പറയുന്നത്? അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ വേണമെന്ന് പറയുന്നത്. സാവിത്രി, നീ നിന്റെ കഴിഞ്ഞ കാലം മറക്കണം. നമ്മൾ ആരോട് ഓർക്കാൻ പാടില്ല. നീ ഒരു പുതിയ ജീവിതം തുടങ്ങണം. എന്റെ ആഗ്രഹമാണ് മോളെ. ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് ചേട്ടനതൊക്കെ പറയുന്നത്. അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരാണെന്ന് അയാൾ മനസ്സിലാക്കിയാൽ എന്തായിരിക്കും എന്റെ ജീവിതം? അതാരും അറിയാൻ പോകുന്നില്ല. സുരേന്ദ്രൻ ഒരിക്കലും വിശ്വനാഥ് സാറിനെ കണ്ടുമുട്ടില്ല. നീയും ഞാനും പറയാതിരുന്നാ മതി. അങ്ങോട്ട് നിന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹത്തിന് ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കും. അവിടെ നമ്മളെ ആരും അറിയില്ല. നീ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക. ഇല്ല ചേട്ടാ, അയാളെ കണ്ടിട്ട് ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. ഇത്രയും വലിയ ഒരു വഞ്ചന ചെയ്തിട്ട് അയാളുടെ ഭാര്യയായി അയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. കഴിയണം. നിനക്കൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്നെപ്പോലെ തെറ്റുപറ്റി എത്രയോ സ്ത്രീകൾ അതെല്ലാം മറന്ന് സുഖമായി ജീവിക്കുന്നു. തെറ്റുകളെ ഓർത്ത് മരിക്കുന്നതിനേക്കാൾ നല്ലത് അതെല്ലാം മറന്ന് ജീവിക്കുന്നതാണ്. വേണ്ട ചേട്ടാ, വേണ്ട. ചേട്ടൻ എന്ത് പറഞ്ഞാലും ശരി, എനിക്കിങ്ങനെ ഒരു ജീവിതം വേണ്ട. സാവിത്രി, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം പറയുന്നത്. എന്തൊക്കെയായാലും എവിടെയെങ്കിലും നീ സുഖമായിട്ട് ജീവിച്ചാൽ മതി. അത് മാത്രമാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ നീ എന്ത് പറയുന്നു? ഇല്ല ചേട്ടാ, ഇല്ല, എനിക്കത് കഴിയില്ല. തോണി ഓ, നിനക്ക് തോന്നിയ പോലെ ജീവിച്ചോ. ഞാൻ എവിടെയെങ്കിലും പോവാം. നിനക്കിങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയല്ലോ. പിന്നെ ഞാനെന്തിനാ? ഒരു നല്ല സ്ഥലത്ത് ഒരു നല്ല ആലോചന വന്നപ്പോ നിനക്കത് വയ്യ, നിനക്കത് വേണ്ട. എടീ, ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടേ ജീവിച്ചു, അറിയാവോ?
നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ ഞാനില്ല. ഓടി ഓ, നിനക്ക് തോന്നിയവരെ ജീവിച്ചു ഓ. ചേട്ടൻ, ഞാൻ കാരണം ചേട്ടൻ വിഷമിക്കരുത്, വേദനിക്കരുത്. ചേട്ടന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എന്നെ കുറിച്ച് എന്ത് തീരുമാനം വേണമെങ്കിലും ചേട്ടൻ എടുക്കണം. ഞാനിതനുസരിക്കും. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്ഥലം നോക്കാൻ വന്നതാ. ഓഹോ, അപ്പൊ 4 ലക്ഷമൊക്കെ ഉണ്ടല്ലോടാ. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ? ആ, നിനക്കെന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട, എനിക്ക് പോകാൻ ധൃതിയുണ്ട്. നിന്റെ മോക്ക് സുഖം തന്നെയല്ലേ? ആ, അങ്ങനൊക്കെ കഴിയുന്നു. ആ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഞാനൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അത് കൊള്ളാം. ഏതാടാ പെണ്ണ്? അത് ഇവിടുന്ന് കുറച്ച് അകലെയാണ്. പാവപ്പെട്ടൊരു പെണ്ണാണ്. 16-ാം തീയതി നടത്താനാണ് തീരുമാനിച്ചത്. കൊള്ളാം, ഗുഡ്. ഞാൻ കല്യാണം തീർച്ചയായിട്ടും വരാം. റൈറ്റ്, താങ്ക് യു വെരി മച്ച്. ഇതാണ് സാവിത്രി, നമ്മൾ ആദ്യത്തെ രാത്രിയുടെ പ്രത്യേകത. ഞാൻ ആ ഫോണൊന്ന് അറ്റൻഡ് ചെയ്ത് വരാം. മമ്മി മമ്മി, ദേ ഒരു അങ്കിൾ വന്നിരിക്കുന്നു. ഡാഡിയുടെ ഫ്രണ്ടാ. ആ പിന്നെ നമ്മുടെ ആ കൺസൈൻമെന്റിന്റെ കാര്യമൊക്കെ എന്തായി? ഒന്നുമില്ല. ശരി. ആ, പിന്നെ കാര്യം ചെയ്യണം. ഷിപ്പിനൊന്നും കുഴപ്പമില്ലല്ലേ? റൈറ്റ്. ആ, ശരി. ആ, സാവിത്രി ഒന്നില്ലേ? നീ ഇരിക്കും. മോളെ, മമ്മി എവിടെ? മമ്മി കുളിക്കുക. സാവിത്രി, എന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു. ഞാൻ വിളിച്ചത് കേട്ടില്ലേ? അതിനിടയ്ക്ക് എന്റെ പുളി. ഒന്ന് വേഗം വാ. എടാ, അവൾ കുളിക്കുകയാണ്. നീ ഇരിക്കും. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്ക് അല്പം ധൃതിയുണ്ട്. ഞാൻ പിന്നെ വരാം. റൈറ്റ്. നീ ഇതുവരെ കുളിച്ചില്ലേ? കുളിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവൻ പോയി. കുളിച്ചിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ഞങ്ങൾ പഴയ പരിചയക്കാരാണ്. അവൻ ഇവിടെ ഒരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. ആ, നമുക്കൊരുമിച്ച് ഒരു ദിവസം എന്റെ വീട്ടിൽ പോകണം. അവന്റെ അമ്മ നല്ല സ്ത്രീയാണ്. ആ, നീ ചെല്ല്, കുളിക്കാൻ നോക്ക്. ഹലോ, വിശ്വനാഥന്റെ വീടല്ലേ? അതെ, അദ്ദേഹം ഇവിടെ ഇല്ല. നിങ്ങളാര്? എനിക്ക് അദ്ദേഹത്തിനെ അല്ല വേണ്ടത്, നിന്നെയാ. നിങ്ങളാരാ? എന്നെ നീ അത്ര വേഗം മറക്കാൻ വഴിയില്ല സാവിത്രി. ഒന്ന് ഓർത്തു നോക്ക്. ആരാണെന്ന് ചോദിച്ചത്? ഞാനോ? അത് പറയാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നേരിട്ട് വരാം. ഞാൻ ഇന്ന് 3 മണിക്ക് വരും. ആ സമയത്ത് വീട്ടിലാരും കാണില്ലല്ലോ. നിന്റെ ബെഡ്റൂമിൽ, നിന്റെ കിടക്കയിൽ എനിക്ക് നിന്റെ കൂടെ അല്പസമയം കഴിയണം. എതിർത്താൽ നിന്റെ ജീവിതം തകരും. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നിന്റെ പഴയ സുരേന്ദ്രൻ.
ഞാനിന്ന് 3 മണിക്ക് വരും. ദയവ് ചെയ്ത് നിങ്ങളൊന്നും ഉപദ്രവിക്കരുത്. എന്റെ ജീവിതത്തിൽ എനിക്കൊരു തെറ്റുപറ്റി. അത് എനിക്ക് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. എന്റെ ഭർത്താവ് നല്ലവനാണ്. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ പോലെ ആരാധിക്കുന്നു. ഈ രഹസ്യം അദ്ദേഹം അറിഞ്ഞാൽ ആ നല്ല മനുഷ്യന്റെ ജീവിതം കൂടി തകരും. സുരേന്ദ്രൻ, ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോകൂ. മേലിവിടെ വരരുത്. എന്റെ ഭർത്താവിനെ കാണരുത്. സാവിത്രി, സുരേന്ദ്രൻ നിനക്ക് പരിചയമുണ്ടോ? നിനക്കറിയാമെന്നാണ് ചോദിച്ചത്. എങ്ങനെ നിനക്ക് അവനെ അറിയാം? ഇവിടെ വെച്ച് നീ അവനുമായി പരിചയപ്പെട്ടു. എന്താണ് നിനക്ക് അവനുമായി ഞാൻ അറിയാൻ പാടില്ലാത്ത രഹസ്യം? ഒന്നും എന്നോട് ചോദിക്കരുത്, ഒന്നും എന്നോട് ചോദിക്കരുത്. ഹലോ, വിശ്വനാഥന്റെ ഓഫീസല്ലേ? അതെ. സാറ് നേരത്തെ വീട്ടിൽ പോയി, അങ്ങോട്ട് വിളിച്ചാൽ മതി. എനിക്കറിയണം, നീയും എന്റെ ഭാര്യയുമായി എന്താണ് ബന്ധം? നീ ഉദ്ദേശിക്കുന്ന പോലെ ഞാനും നിന്റെ ഭാര്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ രണ്ടുപേരും എന്തോ രഹസ്യം വിളിക്കുന്നു, അതാണ് എനിക്കറിയേണ്ടത്. വിശ്വനാഥ, നീ അറിയേണ്ട കാര്യമില്ല. അറിയാതിരിക്കാണ് നല്ലത്. എനിക്കതറിയണം. പറയാം. സാവിത്രി പാവം, വിവാഹത്തിന് മുമ്പ് അവക്കൊരു തെറ്റുപറ്റി. അതിന് ഇപ്പൊ നീ അവളെ ശിക്ഷിക്കരുത്. എത്രയോ പെൺകുട്ടികൾക്ക് ഇങ്ങനെ തെറ്റുപറ്റുന്നു. ഇവൾ എന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. ഞാൻ എന്റെ കൊച്ചു പെങ്ങളായിട്ടാണ് അവളെ കരുതിയിരുന്നത്. എടാ, ഒരു കാളവണ്ടിക്കാരൻ ശിവരാമനല്ലേ നിനക്ക് ഇവളെ വിവാഹം ചെയ്തു തന്നത്? അവൻ ഇവളുടെ സഹോദരനല്ല. എന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന കാലത്ത് ഇവക്ക് അവനുമായി പറയാൻ കൊള്ളരാത്ത ബന്ധമുണ്ടായിരുന്നു. നിന്നോടവൻ സഹോദരനാണെന്നല്ലേ പറഞ്ഞത്? എല്ലാവരോടും അങ്ങനെ പറയുന്നത്. അവന്റെ ഒരു കുഞ്ഞിനെ ഇവള് പ്രസവിച്ചു. അതിനെ